Hi everyone. Good afternoon. I am Sajila Shamir, വിംബിൾ അക്കാദമിയിലെ റെമഡിയൽ കോർഡിനേറ്റർ ആണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. സൈക്കോളജി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, ലേണിംഗ് ഡിസേബിലിറ്റി, കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ എന്നിവയാണ്. കൂടാതെ പഠന പ്രയാസവും പഠന വൈകല്യവുമുള്ള കുട്ടികൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നടത്തുന്നു. ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനർമാരുടെ കൂട്ടായ്മയാണ് റെമഡിയേറ്റേഴ്സ് ക്ലബ്ബ്. റെമഡിയേറ്റേഴ്സ് ക്ലബിൻ്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വെബിനാഴ്സുകളാണ് നടത്തുന്നത്. ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇത് ലീഡ് ചെയ്യുന്നത് ഗോപിക അശോക് മാം ആണ്. ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വെബിനാർ കണ്ടക്ട് ചെയ്യാൻ ഗോപിക മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു ഫ്രീ വെബിനാർ സെഷനാണ് ഇവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ആർക്കെങ്കിലും മുന്നേ അറിയുമെന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും ഉണ്ടോ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ മുമ്പ്? ഇല്ല. പൊതുവെ എല്ലാവരും ഇപ്പോ നമ്മുടെ ജനറൽ സ്കൂളുകളിൽ ഇപ്പൊ ഡിസബിലിറ്റി എന്ന പദം ഇപ്പൊ എല്ലാവർക്കും കോമൺ ആയി തുടങ്ങാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠന വൈകല്യമോ അല്ലെങ്കിൽ ബുദ്ധി വൈകല്യമോ അങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റി ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂൾ സെറ്റപ്പില് പണ്ട് കുറച്ചു കാലം മുമ്പൊക്കെ വരെ നമ്മള് മെത്തഡോളജി എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഓരോ പോളിസി പ്രകാരം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഓരോ പോളിസി പ്രകാരം മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കറന്റ്ലി കുട്ടികളിൽ പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൈൽഡ് സെന്റേർഡ് ആയിട്ട് ആണ് കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന രീതികളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും പഠനത്തില് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പഠിപ്പിക്കുന്ന രീതികളിൽ ചിലതൊക്കെ കൂടുതൽ ആക്ടിവിറ്റി ആയിരിക്കാം, ചിലത് കുറേ പഠിക്കാനുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ പല പല മെത്തേഡുകളിലൂടെ പഠിപ്പിക്കുന്ന രീതികള് മാറ്റങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ പെടാറുണ്ട്. അതിൽ ഒരു മാറ്റമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഐക്യു ഉള്ള കുട്ടികളും ഒപ്പം തന്നെ ഈ ഡിസബിലിറ്റി ഏരിയയിൽ വരുന്ന ചില കുട്ടികളുണ്ടാവും. ഇപ്പൊ ഡിസബിലിറ്റി ഏരിയയിൽ വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾ, അതിൽ ഓട്ടിസത്തില് അവരുടെ എന്താ പറയാ ഇത്രയും പെർസെൻറ്റേജ് ഉള്ള കുട്ടികൾക്ക് ജനറൽ സ്കൂളുകളിൽ അക്കോമഡേറ്റ് ചെയ്യാനും അവർക്ക് ജനറൽ സ്കൂളിൽ പഠിക്കാനുള്ള റൈറ്റുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓട്ടിസം മാത്രമല്ല ADHD, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ പഠന വൈകല്യം. നമുക്കത് അധികം ബുദ്ധിമുട്ടുള്ള ഒരു വാക്കാണ് ലേണിംഗ് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ പഠനത്തിൽ വൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. എന്നാൽ കറന്റ് ട്രെൻഡ് പ്രകാരം കുട്ടികൾക്ക് സാധാരണ ഇപ്പോൾ ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ ടീച്ചേഴ്സ് ഒരു 60 പേർക്കോ 40 പേർക്കോ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ 1-2 കുട്ടികൾ വളരെയധികം പിന്നോക്കം നിൽക്കുക, എഴുതുന്നതിൽ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരിക, സാധാരണ കുട്ടികളിൽ നിന്നല്ലാതെ വ്യത്യസ്തമാവുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കരുതും, പാരന്റ്സ് കരുതും അവൻ പഠിച്ചോളായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവന്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, ഭയങ്കര കളിയായിരുന്നു, ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഒരു വാശിക്ക് പഠിക്കാൻ തുടങ്ങി, അങ്ങനെയാണെന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെ അല്ലാത്ത കുട്ടികളുണ്ട്. അവർക്ക് എത്ര നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലും അവരുടെ മെമ്മറിയില് അല്ലെങ്കിൽ ബ്രെയിനിൽ അത് പ്രോസസ്സ് ചെയ്യുന്ന രീതി വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ചിലപ്പോ പിയും ക്യൂവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അല്ലെങ്കിൽ പാരറ്റ് എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ക്യൂ ആയിരിക്കും പിക്ക് വേറെ എഴുതുന്നുണ്ടാവും. അങ്ങനെ ഡിയും ബിയും അങ്ങനെ മിറർ റൈറ്റിങ്ങുകൾ ഉണ്ടാവും. ചിലപ്പോൾ എഴുതി കൊണ്ടുവരുന്നതിൽ പകുതി ഒന്നില്ലെങ്കിൽ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാ എന്താ പറയുക ഒരു സെന്റൻസിലോ അല്ലെങ്കിൽ ഒരു വേർഡിലോ ഒന്നും ഇല്ലാതിരിക്കുക. ഇതെന്താ കംപ്ലീറ്റ് ആയിട്ട് എഴുതാത്തതെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ മുന്നല്ലേ, അപ്പോ പഠിക്കുമായിരിക്കും, ചിലപ്പോൾ സ്പീഡിൽ കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇതൊരു മൊത്തത്തിലൊരു ക്ലാസ് റൂമിൽ 1-2 പിള്ളേർക്കായിരിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാം.
അതേപോലെ ഡിസബിലിറ്റി ഉള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്ടിസം ഉള്ള കുട്ടികൾ. ഇപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഒരു 70% 20% ഉള്ള കുട്ടികളെ ജനറൽ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ റൈറ്റിലുള്ള കുട്ടികൾ സാധാരണ കുട്ടികളെക്കാളും ഡിഫറൻ്റ് ആയിരിക്കും ഓട്ടിസം ഉള്ള കുട്ടികൾ. ചിലർക്ക് അക്കാഡമിക്കലി ബുദ്ധിമുട്ടുണ്ടാവായിരിക്കാം. ചിലർ അക്കാഡമിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ അവർക്ക് സോഷ്യൽ സ്കില്ലോ പുവർ ആയിട്ടുള്ള ഐ കോണ്ടാക്റ്റോ ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ. ഇപ്പൊ കാഴ്ച വൈകല്യങ്ങളോ അല്ലെങ്കിൽ കേൾവി കുറവുള്ള കുട്ടികൾ, ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ഉള്ള കുട്ടികൾ, CP ഉള്ളത് സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളൊക്കെ നമ്മൾ സാധാരണ സ്കൂളുകളിൽ കാണാറുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് പോളിയോ ബാധിച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടിയുടെ ഒപ്പമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ക്ലാസ് റൂം സെറ്റപ്പിൽ എല്ലാവരും ഒരു കോമ്പറ്റീഷൻ മൈൻഡിലായിരിക്കും. പഠിക്കണം, എല്ലാവർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സെറ്റപ്പ്, ഈക്വൽ ടൈമിങ്, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള പഠന കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് എല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെ അത് റിസീവ് ചെയ്യുകയും നമ്മൾ പരീക്ഷയിൽ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോട് കൂടെ അത് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പിലേക്ക് ഇപ്പൊ കൂടുതൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പുതിയ സിസ്റ്റമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ളൊരു രീതി കാണുന്നുണ്ട്. ഇപ്പോ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു രീതിയിൽ കാണാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ചിലർ നെഗറ്റീവായിട്ടും ചിലർ പോസിറ്റീവായിട്ടൊക്കെ ഒരു കമന്റ് ഒക്കെ പറയണത് കാണാം. എളുപ്പമല്ല, ഇങ്ങനെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വന്നപ്പോൾ ക്ലാസ് റൂമിന്റെ ഒരു അലൈൻമെന്റ് തന്നെ തെറ്റിപ്പോയി, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില കുട്ടികൾക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവായിരിക്കാം. ADHD എന്ന് പറഞ്ഞ കണ്ടീഷനുള്ള കുട്ടികളുണ്ടാവും. ADHD ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഉണ്ടാവില്ല, അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ റീസെന്റ് ബാലവാടിക തൊട്ടിട്ട് അല്ലെങ്കിൽ പ്രീ സ്കൂള് മുതൽ അല്ല 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഒരു വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി എന്ന് പറയുന്നത്, ഏത് നേരെ ഇങ്ങനെ തുള്ളികൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഓടി നടക്കുക, അടങ്ങിയിരിക്കില്ല, അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഒരു ക്ലാസ് റൂം സെറ്റപ്പില് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളും ഡിസബിലിറ്റി ഇല്ലാത്ത കുട്ടികളും സെയിം റൂഫിൽ വരുന്ന രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു വലിയൊരു മഹത്തരമായിട്ടുള്ളൊരു മുന്നേറ്റമായിട്ടും കാണുന്നുണ്ട്. എന്നാൽ അതില് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു രീതിയും പറഞ്ഞു കേൾക്കലുണ്ട്. കാരണം ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിലും ജനറൽ ടീച്ചേഴ്സിന് അറിയില്ല എങ്ങനെയാണ് ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ ADHD ലേണിംഗ് ഡിസബിലിറ്റിയോ ഓട്ടിസം ഉള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി. ഇപ്പൊ CP ലേണിംഗ് ഇയർ ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾ, കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുള്ള കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ക്ലാസ് റൂമിൽ നടത്തിയിട്ടുണ്ടാവും. ഇപ്പൊ CP ഉള്ള കുട്ടികൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ വീൽ ചെയറിൽ കൊണ്ടുപോയി വരിക. ചിലപ്പോൾ അവർ അക്കാഡമിക്കലി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർ IQ-നോ യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ കാല് ബുദ്ധിമുട്ടുള്ളത്, ജന്മനാ തന്നെ കാലിന് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അപ്പൊ അവർക്ക് എന്താ പറയാ റാമ്പോ അല്ലെങ്കിൽ അവർക്ക് സ്റ്റെപ്പ് കയറാത്ത രീതിയിൽ ക്ലാസ് റൂം സെറ്റപ്പിലേക്ക് മാറ്റുന്ന, ക്ലാസ് റൂം താഴത്തെ നിലയിലേക്ക് ആക്കുന്ന രീതികളുണ്ട്. പിന്നെ ഹിയറിംഗ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ കാഴ്ച ശക്തിക്ക് ബുദ്ധിമുട്ടുള്ളത് ഇത്രയും ശതമാനം, അതായത് നോർമൽ കുട്ടികളുടെ കൂടെ കോപ്പപ്പ് ചെയ്ത് പോവാൻ പറ്റും എന്നുള്ള കുട്ടികളെ ഈ പറയുന്ന പോലെ ക്ലാസ് റൂമില് സെറ്റപ്പിൽ കൊണ്ടുവരാറുണ്ട്. ഇപ്പോ വളരെ അധികം അങ്ങനെയുള്ള കുട്ടികളെ കൂടുതൽ കൊണ്ടുവരാനായിട്ട് ജനറൽ സ്കൂൾ സിസ്റ്റത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ആഹ്വാനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരേ ക്ലാസ് റൂമിൽ തന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളും എന്നാൽ കുഴപ്പമില്ലാത്ത യാതൊരുവിധ കുഴപ്പമില്ലാത്ത കുട്ടികളെയും നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ട രീതിയാണ്. ആ രീതിയിൽ ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചില സ്കൂളുകളിലാണെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോസ്റ്റും കൗൺസിലിംഗ് പോസ്റ്റും ഉണ്ടായിരിക്കും. ഇപ്പോ പബ്ലിക് സ്കൂളുകളോ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്ത് CBSE സ്കൂളുകളിലൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോസ്റ്റ്, കൗൺസിലിംഗ് പോസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ സാധാരണ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിലും ഇത്ര ശതമാനം ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഈ SSK BRC പോലുള്ള ടീച്ചേഴ്സിന് ആഴ്ചയിൽ 2 ദിവസമൊക്കെ സ്കൂളുകളിലേക്ക് വരുന്ന രീതികളുണ്ട്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ തന്നെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് ഇപ്പൊ സ്കൂളുകളിൽ നിലവിൽ ചെയ്യുന്നത്. അപ്പൊ അവർ സെയിം ക്ലാസ് റൂം സെറ്റപ്പിൽ ഉണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു പീരീഡോ 2 പീരീഡോ ആഴ്ചയിൽ 2 പീരീഡോ ഒക്കെ അവരെ റിസോഴ്സ് റൂമിലേക്ക്
മാറ്റിയിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തോന്നും അവർക്ക് വേണ്ടുന്ന രീതിയിൽ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത്. അതിനാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇതില് സ്പെഷ്യലൈസേഷൻ നേടിയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ആവശ്യകത ഉണ്ടാവും. ഇപ്പൊ റെമഡിയേഷൻ ഒക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ റെമഡിയൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ കൗൺസിലറും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട കുട്ടികളെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് ഡീൽ ചെയ്യാറുള്ളത്. ഇപ്പൊ ഒരു ക്ലാസ് റൂം സെറ്റപ്പില് കുട്ടികള് വളരെയധികം മറ്റുള്ള കുട്ടികളെ പോലെ അല്ല ഒരേപോലെ സ്പീഡിൽ എഴുതുന്നില്ല, അല്ലെങ്കിൽ മാർക്ക് അതേപോലെ വരുന്നില്ല. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ട്രേസുകളൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിഷ്യറ്റ് ആയിട്ട് ഹൈപ്പർ ആക്റ്റീവ് രീതികളിലൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസോസിയേറ്റഡ് കണ്ടീഷനായിട്ട് ബിഹേവിയർ പ്രോബ്ലമോ അങ്ങനെയൊക്കെ കാണിക്കുന്നുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുകയും അവരെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ അടുത്തേക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റൂമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യാം. അപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ചെയ്യുന്നത് ആ കുട്ടീനെ തരമായിട്ട് അസസ്മെന്റ് ചെയ്യും. ഇൻഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ് ചെയ്തിട്ട് കുട്ടിക്ക് വേണ്ടുന്ന രീതിയിൽ എന്താണോ കുട്ടിയുടെ പ്രശ്നം, ഇപ്പൊ റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ അരിത്തമെറ്റിക്കലാണോ പ്രോബ്ലം ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വേണ്ട അവന് വേണ്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടുന്നുള്ള രീതിയിൽ അസസ്മെന്റ് ചെയ്ത് കുട്ടിക്ക് ഉള്ളൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തു വരുന്നത്. അത് നോർമൽ ടീച്ചേഴ്സിനും നിന്നും ഡിഫറെന്റ് ആണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ രീതികളിൽ അവലംബിക്കുന്നത്. കാരണം നോർമൽ ക്ലാസ് റൂമിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യിരിക്കും. ചില കുട്ടികൾക്ക് അത് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് കിട്ടില്ല. ആ നോർമൽ വേയില് ഒരു ക്ലാസ്സിൽ 41 പിള്ളേരാണെന്നുണ്ടെങ്കിൽ ആ 41 പിള്ളേർക്ക് ടീച്ചർ ഒരു വേയിലൂടെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അത് റിസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. എത്ര പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവില്ല. അപ്പൊ നമ്മളൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും. പക്ഷെ ക്ലാസ് റൂം സെറ്റപ്പിലെ ടീച്ചേഴ്സിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം ഹെക്ടിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അവർക്ക് പഠിപ്പിക്കല് മാത്രമല്ലാതെ വേറെ കുറെ ഡ്യൂട്ടികളും എക്സാം ഡ്യൂട്ടികളും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഇഷ്യൂ ഉള്ള കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിരുത്തി അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ടീച്ചർ അല്ലെങ്കിൽ കൗൺസിലറുടെ ഹെൽപ്പോട് കൂടി കുട്ടിക്ക് ആ റെമഡിയേഷൻ കൊടുത്തുകൊണ്ടാണ് കുട്ടീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പൊ കറന്റ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ടാണ് സ്കൂളുകളിൽ നടന്നു വരുന്നത്. ഒട്ടുമിക്ക സ്കൂളുകളിൽ ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ ഹെൽപ്പ് ഉണ്ട്, സേവനം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് തോന്നാറുണ്ട് ചില പാരന്റ്സിനൊക്കെ എന്തിനാണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടിക്ക് റെമഡിയേഷൻ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ കുട്ടീനെ മാറ്റിയിരുത്തണ്ടേ എന്നുള്ളത്. ഇപ്പോൾ സാധാരണ വീട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വീട്ടില് ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷൻ കൊടുത്ത് കുട്ടി പഠിക്കുന്നുണ്ട്. വന്നാ ക്ലാസ് റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിയല്ലാണ്ടോ ക്ലാസ് റൂമിൽ വേറെ ഒരു നേച്ചർ കാണിക്കുക, എഴുതാൻ പറഞ്ഞാൽ എഴുതില്ല, അല്ലെങ്കിൽ പറയാൻ പറഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് കുട്ടി അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സ്വതവേ എന്താ പറയാ പഠിച്ചോളും, അല്ലെങ്കിൽ ഭാവിയിലാവുമ്പോൾ റെഡി ആയിക്കോളും. ചിലരുടെ കേസിൽ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം കുട്ടികളുടെ ഇടയിൽ കറന്റ് സിറ്റുവേഷനിൽ ഈ ഡിസബിലിറ്റിയുടെ കണ്ടീഷൻസ് കൂടി കൂടി വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് നമ്മുടെ പ്രഗ്നൻസി സിറ്റുവേഷൻ മുതൽ തന്നെ ഈ ഡിസബിലിറ്റിക്ക് കാരണമാവാറുണ്ട്. ഇപ്പൊ ഓട്ടിസം പോലുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ ജെനറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രീമച്വർ ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലോ പോസ്റ്റ് പ്രഗ്നൻസി ടൈമിലോ അല്ലെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് പീരീഡിൽ, അതായത് ഒരു കുട്ടി വളർന്ന് മൈൽ സ്റ്റോൺസ് ഒക്കെ അച്ചീവ് ചെയ്യുന്ന ടൈം പീരീഡിലോ കുട്ടിക്ക് ഏതെങ്കിലും തരത്തില് ഇൻഫെക്ഷൻസോ ഇഞ്ചുറിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ഡിസബിലിറ്റി കണ്ടീഷൻസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ചില മെഡിക്കേഷൻസ് മൂലമോ ചില ആക്സിഡൻസ് മൂലമൊക്കെ കുട്ടികളിൽ ഏത് തരത്തിലുള്ള ഡിസബിലിറ്റി ആയാലും ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഏർലി ഡിറ്റക്ഷൻ, അതായത് ഏർലി ഇന്റർവെൻഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ കുട്ടികളിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസം നമ്മുടെ കുട്ടിക്ക് ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് മുതൽ നമ്മൾ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അവന്റെ പ്രശ്നം, അവളുടെ പ്രശ്നം എന്താന്നുള്ളത് അറിയില്ല. അമ്മയായാലും അച്ഛനാണെന്നുണ്ടെങ്കിലും പഠിക്കൂ, അങ്ങനെ എഴുതി പഠിക്കൂ, ഇങ്ങനെ എഴുതി പഠിക്കൂ, പിന്നെ ഒരു 2-3 ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകും. ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കും. ഒന്നല്ലെങ്കിൽ എഴുതി പഠിപ്പിക്കും, അല്ലെങ്കിൽ പറഞ്ഞ് ഓറലായിട്ട് പഠിക്കാൻ പറയും. അങ്ങനെയുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. എന്നാലും കുട്ടിക്ക് എക്സാമിൽ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ക്ലാസ് റൂമുകളിൽ കുട്ടി കാണുന്നുണ്ട്.
ഇപ്പൊ ചില പാരന്റ്സ് പറയാറുണ്ട്, എന്റെ കുട്ടിക്ക് വീട്ടില് ഒരു കുഴപ്പമില്ല, ഞാൻ അടുത്തിരുന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നല്ല മാർക്കൊക്കെ വാങ്ങും, അവള് നല്ല മാർക്ക് വാങ്ങും. എന്നാൽ ക്ലാസ് റൂമില് ബാക്കിയുള്ള കുട്ടികളുടെ പോലെ ഒന്നും എത്തണില്ല. ക്ലാസ്സിൽ ഒരാള് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതെന്താ എല്ലാവരും എന്നെ ചീത്ത പറയണേ? ആ ക്ലാസ് റൂം സെറ്റപ്പില് ഈ എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട് എന്നെ ടീച്ചർ വഴക്ക് പറയുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, ബാക്കിയുള്ള കുട്ടികൾ അതേപോലെ ഏറ്റുപിടിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് ഏറ്റുപിടിക്കുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. അവന്റെ സൈക്കോളജിക്കൽ കണ്ടീഷനും ബിഹേവിയറൽ കണ്ടീഷനിലും ചേഞ്ച് വരാണ്. അവനെന്തോ കുറവുള്ള പോലെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ കുട്ടി എന്താ പറയാ, ഒന്നും മിണ്ടാതെ ക്ലാസ് റൂമിൽ ഒരു ഇൻട്രോവേർട്ട് പോലെ, അല്ലെങ്കിൽ ആരോടൊന്നും മിണ്ടാതെ ഏലിയനേറ്റഡ് ആയിട്ട് നടക്കും. കുട്ടി അങ്ങനെ നടക്കുന്നുണ്ടെന്ന് ടീച്ചേഴ്സിനെ കാണുന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ ലിമിറ്റേഷൻ മൂലം കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് നേടാനായിട്ട് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒക്കെ പാരന്റ്സിനെ ടീച്ചേഴ്സ് വിളിച്ച് പറയും, കുട്ടി ക്ലാസ് റൂമിൽ ഇങ്ങനെ ഒരു ബിഹേവിയറൽ പ്രോബ്ലം കാണിക്കുന്നുണ്ട്, തീരെ മിണ്ടുന്നില്ല, വർത്തമാനം പറയുന്നില്ല, ക്ലാസ്സിൽ ഇവൻ മാത്രം അല്ലെങ്കിൽ ഇവള് മാത്രം തീരെ എഴുതുണ്ടാവില്ല എന്ന്. അപ്പോൾ നിങ്ങളൊന്നൊരു ചൈൽഡ് എന്താ പറയുക, ചൈൽഡ് ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാട്ടി നോക്കുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഭൂരിഭാഗം പാരന്റ്സ് വിചാരിക്കും, അയ്യോ എൻ്റെ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തിനാണ് ടീച്ചേഴ്സ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ അടുത്തോ എന്താ പറയാ, കൗൺസിലറുടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ പുറമേക്കുള്ള സെന്റേഴ്സിലായിരിക്കും വിടുന്നുണ്ടാവുക. നിങ്ങളൊന്ന് ചൈൽഡ് പീഡിയാട്രീഷ്യൻ ഒന്ന് കാണുക, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കുട്ടിക്ക് വേണ്ടുന്ന രീതിയിലുള്ള അസസ്മെന്റ് എടുക്കുക. ഇപ്പൊ LD ആണെന്നുണ്ടെങ്കിൽ LDയുടെ ടൂൾ ഉപയോഗിച്ചിട്ട് കുട്ടീനെ തറവായിട്ട് കുട്ടിയുടെ ഏതൊക്കെ ഏരിയയിലാണ് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പിക്കാണ് കുട്ടിക്ക് വേണ്ടത്. ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കുട്ടികൾ അനാവശ്യമായിട്ട് ഓടി നടക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് എതിർത്ത് പറയുക. ജസ്റ്റ് ഇവരുടെ സ്നേഹം, ഇപ്പൊ ADHD ഉള്ള കുട്ടിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ കൂടെയുള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ അവൻ അവൻ്റെതായിട്ടുള്ള ലോകത്താവുമ്പം ചിലപ്പോ എന്തെങ്കിലും നോർമൽ ആയിട്ടുള്ള കുട്ടികൾ പറയുമ്പോൾ അവൻ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന രീതി, ഇപ്പൊ നോർമലായിട്ട് ഹലോ എന്ന് പറഞ്ഞ് വെറുതെ നമ്മൾ പാറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് പാറ്റ് ആണെന്നുണ്ടെങ്കിൽ അവന്മാര് അവരുടെ ഹലോ എന്ന് പറയുന്നത് പവർ കൂടും. പവർ കൂടുമ്പോൾ ഒരു അടി കിട്ടിയൊരു ഫീലാണ്, നല്ല വേദന ഉണ്ടാവും. വേദന ഉണ്ടാവുമ്പോൾ തിരിച്ച് നോർമൽ ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും, തിരിച്ചടിയും. പിന്നെ ഒന്നും രണ്ടും പറയലായി, അടിയായി, ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവും. പിന്നെ ക്ലാസ് റൂമിൽ സ്വതവേ കാണാൻ ഈ ADHD ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ അടങ്ങിയിരിക്കില്ല, ഏത് നേരം ഓടി നടക്കും. പിന്നെ എന്താ പറയാ, ഭയങ്കര അറ്റൻഷൻ സീക്കറായിട്ട് പല പല കാഴ്ചകൾ, പല പല കാര്യങ്ങൾ കാണാം. അങ്ങോട്ട് ചാടിക്കയറുക, ഇങ്ങോട്ട് ചാടിക്കയറുക, ലൈനിൽ കുത്തിക്കയറുക, ബാക്കിയുള്ളവരെ ചെന്ന് ഇടിക്കുക, ഇപ്പൊ ഇത് ഇടിക്കുക, അല്ലെങ്കിൽ വയറ്റത്ത് പോയി വെറുതെ ഒന്ന് ഇരിക്കുക. സ്നേഹം ഭയങ്കര ഓവർ എക്സൈറ്റ്മെന്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഇത് കിട്ടുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ കംപ്ലൈന്റ് പറയും. കംപ്ലൈന്റ് പറയുമ്പോൾ അത് പിന്നെ ഇഷ്യൂ ആവും. പാരന്റ് ഒന്നില്ലെങ്കിൽ ആ പാരന്റിനെ വിളിക്കും, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ പറയും, പ്രിൻസിപ്പളുടെ അടുത്ത് HMന്റെ അടുത്ത് പറയും. അപ്പൊ ഇങ്ങനെയുള്ള പല കുട്ടികളും ഇപ്പൊ നോർമലായിട്ട് നമ്മൾ ജനറൽ സ്കൂളുകളിൽ കാണാറുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികളെ സ്കൂള് മാറ്റിക്കൂടെ, സ്പെഷ്യൽ സ്കൂളുകളിൽ ചേർത്തൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തെറാപ്പി സെക്ഷൻസ് അറ്റൻഡ് ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചുകൂടെ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയും ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. ഭയങ്കരമായിട്ട് ക്ലാസ് റൂമിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ കേട്ട് കേട്ട് ടീച്ചേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പാരന്റ്സിന്റെ ഭാഗത്തൊരു കോർപ്പറേഷൻ ഇല്ലാതെ ഇരിക്കുക. അപ്പൊ കുട്ടികൾക്ക് TC കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർത്തിക്കോളാൻ പറയുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കേസിലാണെന്നുണ്ടെങ്കിൽ CBSE സ്കൂളുകളിലൊക്കെ അവരുടെ രീതിയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോ ഏകദേശം കുട്ടികൾ ചെറുപ്പത്തിൽ പ്രൈമറി സെക്ഷനിലൊന്നും ബേസ് ഇല്ലാതെ പോയി 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 എന്താ പറയാ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി പ്രോബ്ലം. അതുവരെ പ്രൈമറി സെക്ഷനിലൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അധികം ബിഹേവിയറൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള കുട്ടികൾക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ കളിയാക്കാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ 6ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഓൾ ക്ലാസ് റൂമിൽ അയ്യേ നിനക്കിത് വായിക്കാൻ അറിയില്ലേ, നിനക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അറിയില്ലേ, ഒരാളുടെ ഒക്കെ വർത്തമാനം കേട്ടാൽ മതി. അപ്പൊ ഇവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് എന്താ പറയാ ബിഹേവിയറൽ പ്രോബ്ലംസ് കാണാനായിട്ട് തുടങ്ങും. അപ്പൊ അവർക്ക് തന്നെ എന്തൊരു കുറവുള്ള പോലെ. പിന്നെ അതിന് അവർ കോപ്പപ്പ് ചെയ്യുന്ന രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും, അവരുടെ ഉള്ളിൽ എന്ത് പ്രോസസ്സാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല ദേഷ്യമായിരിക്കും കാണാം, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടെമ്പർ തെറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയുക, ചിലരെ പോയി ഇടിക്കുക, ചിലരെ തെറി വിളിക്കുക, അങ്ങനത്തെ പല പല ഇഷ്യൂസ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരന്റ്സ് കാണാനായിട്ട്
എന്താ പറയുക, കേൾക്കാനായിട്ടും സ്ഥിരം സ്കൂളിൽ പോയിട്ട് കേൾക്കാറുണ്ട്. ഇതിൽ ചില കേസുകളിൽ വീട്ടുകളിലെ അറ്റ്മോസ്ഫിയർ, ഇപ്പൊ അഡാപ്റ്റീവ് ബിഹേവിയർ ഒക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ എൻവയോൺമെന്റ് ശരിയല്ലാത്ത കുട്ടികളും അങ്ങനെ കാണിക്കാറുണ്ട്. അതായത് ഡിസബിലിറ്റിയുടെ അസോസിയേറ്റഡ് കണ്ടീഷൻ അല്ലാതെ തന്നെ കാണിക്കാറുണ്ട്. നോർമൽ ആയിട്ടുള്ള കുട്ടികളും വീട്ടിലത്തെ സാഹചര്യം മോശമായതുകൊണ്ട് പെരുമാറുന്ന രീതികളുണ്ട്. സോ ഇത് സ്കൂളുകളിൽ എന്താ പറയാ, അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അല്ലെങ്കിൽ ആ കുട്ടീനെ അങ്ങനെ ആയിട്ട് കണ്ടുകൊണ്ട് നെഗ്ലക്ട് ചെയ്യുക എന്നുള്ള രീതി, അല്ലെങ്കിൽ കുട്ടിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ഇത് കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന്, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടാറില്ല എന്നുള്ളൊരു സത്യമാണ്. കൂടുതലും ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ അല്ലെങ്കിൽ കൗൺസിലർ ആയിരിക്കാം ഹെൽപ്പ് നേടുക. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിന് ഈ ഒരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ, ജനറൽ ടീച്ചേഴ്സിന് തന്നെ ഇതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പുറത്തേക്കുള്ള സെന്റേഴ്സിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഭൂരിഭാഗം പാരന്റ്സ് ഓക്കെ അത് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിട്ട് കണ്ടുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ തെറാപ്പി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ADHD ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ OT അങ്ങനെയുള്ള രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. OT ഓക്യുപ്പേഷൻ തെറാപ്പി, പിന്നെ ബിഹേവിയറൽ തെറാപ്പി, എങ്ങനെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബിഹേവ് ചെയ്യേണ്ടത്, ക്ലാസ് റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഒരു രീതിയിലും കുട്ടിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ, റെഡി ആവുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും റെഡി ആവണില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പുറത്തേക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഈ അസസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടിക്ക് ഏത് ഭാഗത്താണ് ഈ ബുദ്ധിമുട്ടുള്ളത് അത് കണ്ടുകൊണ്ട് അത് വേണ്ടുന്ന രീതിയിൽ കുട്ടിക്കൊരു കരിക്കുലം ഉണ്ടാക്കുക, ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവനെ പഠിപ്പിക്കുക. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള രീതിനെ സിംപ്ലിഫൈഡ് ആക്കിയിട്ട് കുട്ടിക്ക് വേണ്ടുന്ന രീതിയിൽ പഠിപ്പിച്ചു വരുമ്പോൾ, അത് ഏർലി ആയിട്ട് തന്നെ ചെയ്യുമ്പോൾ, ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതൽ തന്നെ കുട്ടീനെ ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ കുട്ടി അത് പിക്കപ്പ് ചെയ്ത് പോവും. പക്ഷെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അത് അറിഞ്ഞിട്ടും കുട്ടി മാറും, കുട്ടി ചേഞ്ച് ആയിക്കോളും, കുട്ടിയുടെ മാമൻ ഇങ്ങനെയായിരുന്നു, കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രോസസ്സ് മാറും. ഒന്നാമത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന ടൈമിൽ കുട്ടിക്ക് തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നും. ഇത് ഏർലി ഇന്റർവെൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് അവതാളത്തിലാവും. കുട്ടിക്ക് കുറച്ച് ചിലപ്പോൾ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അവൻ എന്തോ ഒരു കുറവ്, അല്ലെങ്കിൽ അവൾക്ക് എന്തോ ഒരു കുറവുള്ള പോലെ സ്റ്റാമ്പ് ചെയ്യും. പിന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് ആവുമ്പോൾ കുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിന്റെ എന്താ പറയുക സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതാനും അങ്ങനെയുള്ള കുറെ ആനുകൂല്യങ്ങളൊക്കെ കുട്ടിക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതല്ല, കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും കിട്ടിയിട്ടില്ല, എന്നാൽ അവന് അല്ലെങ്കിൽ അവൾക്ക് പഠിക്കാനുള്ളൊരു വൈകല്യം ഉണ്ട് എന്ന് കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആവും. എക്സാം ഒന്നും പാസ്സാവില്ല, പബ്ലിക് എക്സാം ഒന്നും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊരു ഭാവി തന്നെ പോവായിരിക്കും. ചില സ്കൂളുകളിൽ കുട്ടീനെ CBSE സ്കൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടീനെ TC കൊടുത്തിട്ട് ജനറൽ സ്കൂളിൽ പോകും. ജനറൽ സ്കൂളിൽ പോകുമ്പോൾ കുട്ടിക്ക് ക്രിയേറ്റീവ് ആയിട്ട് എഴുതാനോ അല്ലെങ്കിൽ ഒരു എക്സാം അപ്ലൈ ചെയ്യാനോ അപ്ലിക്കേഷൻ ലെവൽ ചെയ്യാനായിട്ട് അറിയാണ്ട് വരുമ്പോൾ അവിടെയും അവതാളത്തിലാവും. പിന്നെ NIOS പോലെ ഓപ്പൺ സ്കൂള് ഇതൊക്കെ പഠിച്ചിട്ട് കുട്ടി പിക്കപ്പായി വരേണ്ടി വരും. അപ്പോ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും ഉള്ള കുട്ടികൾ ഇപ്പൊ ജനറൽ സ്കൂളുകളിൽ വരുന്നുണ്ട്. പക്ഷെ അതിന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം എല്ലാ കുട്ടികളും മാർജിനലൈസ് ചെയ്യാനായിട്ട് പാടില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ പോലും നോർമൽ സ്കൂളുകളിൽ ഒരേ റൂഫിൽ സെയിം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന രീതിയാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, അതിനനുസരിച്ചുള്ള റിസോഴ്സ് ആയിട്ടില്ല. ഇപ്പൊ ഒരു MR ഉള്ള കുട്ടി, അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡ് ഉള്ള കുട്ടി, അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടി, പല വെറൈറ്റി ഉള്ള ഒരു ക്ലാസ് റൂമിൽ നോർമൽ കുട്ടികളുണ്ട്, LD ഉള്ള കുട്ടി, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഓട്ടിസം ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ടീച്ചറുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കാം. കാരണം ഒന്നാമത് പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. നോർമൽ ആയിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ ആ ഒരു ഭയങ്കര ഹൈ എനർജിയിൽ കാണിക്കുന്ന രീതി അവരെയും അടക്കിയിരുത്തണം. അതിനിടയിൽ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ചിലവർ ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആക്ഷൻസ് കാണിക്കും. ക്ലാസ് റൂമിൽ ഇങ്ങനെ ചുറ്റി 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 ഇരിക്കുക, അല്ലെങ്കിൽ ഓളിയിടുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് ഓടിപ്പോവുക, അങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ടീച്ചറിന് അവിടെ എടുക്കേണ്ട ടൈം, പഠിപ്പിക്കേണ്ട ടൈം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യേണ്ട ടൈം പോയിട്ട് കുട്ടീനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറേണ്ടി വരും.
അതുകൊണ്ട് തന്നെ ജനറൽ ടീച്ചേഴ്സിന് ഈ പറയുന്ന പോലെ എങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനുള്ള കുട്ടികളെ ഡീൽ ചെയ്യണം എന്നുള്ളത് ജനറൽ ബി.എഡിൽ പഠിപ്പിക്കുന്നില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ്ലിംഗ് രീതികൾ അവർക്ക് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ടീച്ചേഴ്സിന്റെ അഭാവം മൂലം നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എല്ലാ സ്കൂളുകളിലും അപ്ലൈ ആവാൻ ആയിട്ട് ചാൻസ് കുറവുണ്ട്. പിന്നെ ഈ അഡാപ്റ്റീവ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ എന്താ പറയാ അഡാപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഓടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സ്കൂളുകളിലൊക്കെ ഒരു അഡാപ്റ്റീവ് ചെയർ ഉണ്ടാവും. അപ്പോൾ അവരത് ആ ചെയറിൽ ഇരിക്കുമ്പോൾ അവർക്കത് പോകാനായിട്ട് എന്താ പറയാ ഓടിപ്പോവില്ല. അവർക്ക് ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നുവെച്ചാൽ വലിയ പേന അല്ലെങ്കിൽ വലിയ പെൻസിൽ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നോർമൽ സ്കൂളുകളിൽ സ്റ്റെപ്പ് കയറാതെ താഴെയുള്ള ക്ലാസ് റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റാമ്പ് കയറാനുള്ള റാമ്പൊന്നും നമ്മുടെ സ്കൂൾ സെറ്റപ്പിൽ ഇപ്പോൾ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ ഇല്ല. ഇതൊരു സൈക്കോളജിക്കൽ ആയുള്ള രീതിയാണ്. എല്ലാ പാരൻസിനോ എല്ലാ ടീച്ചേഴ്സിനോ ഇങ്ങനെയുള്ള കുട്ടികളോടുള്ള സമീപനം ശരിയാവണമെന്നില്ല. ചിലർ കളിയാക്കുന്നവരുണ്ട്, വളരെയധികം രൂക്ഷമായി വിമർശിക്കുന്നവരുണ്ട്. എൻ്റെ കുട്ടി ഇങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ പഠിക്കണ്ട എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുണ്ട്. ചില ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ കുട്ടികളിൽ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഭൂരിഭാഗം പാരൻസും കുട്ടികളെ മാറി ചേർക്കുക അല്ലെങ്കിൽ അവരൊരു എന്താ പറയാ കണ്ടീഷൻ തന്നെ മാറി ഇപ്പം മൈൽഡ് കാറ്റഗറിയുള്ള കുട്ടികൾ സിവിയർ കാറ്റഗറിയിലേക്ക് മാറുന്ന കണ്ടീഷനിലേക്ക് പോവാറുണ്ട്. അപ്പൊ ഇതൊക്കെ ലിമിറ്റേഷൻസ് ആണ്. അതിൻ്റെതായിട്ടുള്ള റിസോഴ്സോ അല്ലെങ്കിൽ എന്താ പറയാ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഫണ്ട് റൈസിംഗ് ഒക്കെ ബുദ്ധിമുട്ടുകളാണ് സാധാരണ എല്ലാ സ്കൂളുകളിലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സെറ്റപ്പ് വരാത്തതിന്റെ. ഇപ്പോൾ കറന്റ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് മിക്ക സ്കൂളുകളിലും. ഇങ്ങനെയുള്ള കുട്ടികൾ സെയിം ക്ലാസ് റൂമിൽ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും വേറൊരു റൂമിൽ അവർക്ക് വേണ്ട രീതിയിൽ പോയി അവർക്ക് ആ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ രീതിയിലുള്ള റെമഡിയേഷൻസോ കാര്യങ്ങളോ കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ സർട്ടിഫൈ കിട്ടിയിട്ടുണ്ടാവും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൽ നിന്നോ ചൈൽഡ് പീഡിയാട്രിഷ്യൻ്റെ നിന്നോ ഒരു സർട്ടിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അതിൻ്റെതായ ആനുകൂല്യങ്ങളും എക്സാമിലാണെന്നുണ്ടെങ്കിലും ഒക്കെ കിട്ടും. രണ്ടിന്റെ ഇടയിൽ പെട്ടുന്ന ഒരു കുട്ടികളുണ്ട്. അതായത് അവർക്ക് ലേണിംഗ് ഗ്യാപ്പ് ആയിരിക്കും. ചിലപ്പോൾ കൊറോണയുടെ ടൈമിലോ വീട്ടിലത്തെ സാഹചര്യം മൂലമോ കുട്ടീനെ ചെറുപ്പത്തിൽ തന്നെ ബേസ് ഒന്നും ഇല്ലാതെ രീതിയിൽ പോയിട്ടുണ്ടാവും. അവരൊരു ബോർഡർ ലൈനിൽ പെടുന്ന ഒരു കുട്ടികൾ. അവർക്ക് കണ്ടീഷൻ ഉണ്ട് താനും, എന്നുവെച്ചാൽ സർട്ടിഫിക്കേഷൻ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പൊ കറന്റ്ലി വളരെയധികം കൂടുതലാണ് സ്കൂളുകളിൽ. ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നാണെങ്കിലും പാരന്റ്സിന്റെ അടുത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് റെമഡിയേഷൻ പോലെ കാര്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുക. അവര് നോർമൽ കുട്ടികളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ സ്കിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാ വെച്ചാൽ പഠനത്തിൽ വളരെയധികം ബാക്കിലോട്ട് പോവുക, സ്പീഡ് കുറയുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടുന്ന രീതിയിൽ നമ്മൾ സ്കൂളിലെ ക്ലാസ് റൂം സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കറന്റ്ലി ഇപ്പോൾ നടന്നിട്ടില്ല. കാരണം ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന രീതിയിലും എന്നാൽ സ്പെഷ്യലി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ കരിക്കുലം അല്ലെങ്കിൽ സിലബസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ലെസൺ പ്ലാനും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ടീച്ചിങ്ങിൽ ഇതേപോലെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന ടൈമിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ടോപ്പിക് എടുക്കുക. ടോപ്പിക് എടുത്തിട്ട് എങ്ങനെയാണോ കുട്ടികൾക്ക് ജനറൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കും. പക്ഷെ ആ ക്ലാസ് റൂമിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ളൊരു കുട്ടിയും ഈ പറയുന്ന പോലെ ലേണിംഗ് ഇഷ്യൂസ് ഉള്ളൊരു കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടീനെ പഠിപ്പിക്കണം. മാത്സ് ആയിരുന്നു. 3ാം ക്ലാസ്സിലെ മാത്സ് അങ്ങടായിരുന്നു തോന്നുന്നുണ്ട്. അതിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വീട്ടിൽ നിന്നും സ്കൂളിൽ എന്താ പറയുക ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും പഠിച്ചു വന്നിട്ടുണ്ട്. അവരിങ്ങനെ പെട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികൾ വളരെ അധികം സ്ലോ ആണ്. അവർക്കത് കിട്ടുന്നില്ല. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം എന്താ പറയാ സ്വാഭാവികമായിട്ടും ഒരു ട്രെയിനി എന്ന നിലയിൽ ഭയങ്കരധികം ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഇത് പഠിപ്പിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ഗൈഡ് നമുക്ക് തന്നിട്ടുള്ളൊരു ഗൈഡൻസ് വെച്ചിട്ട് സാധാരണ കുട്ടികൾക്ക് സാധാരണ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് വെച്ച് അതില് എന്താ പറയാ ഒരു
അഡാപ്റ്റേഷൻ മാറ്റി. ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സെറ്റ് ചെയ്തു. ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിൽ നൂലൊക്കെ വെച്ചിട്ട് ബട്ടണൊക്കെ ഫിക്സ് ചെയ്തിട്ട് അവർക്ക് ആ ബട്ടൺ നീക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ അവർക്കൊരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ 3x4 ആണെന്നുണ്ടെങ്കിൽ ആ 3ന്റെ നേരെ ആ ബട്ടൺ കൊണ്ടുവയ്ക്കുക, 4ന്റെ നേരെ ആ ബട്ടൺ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണോ കിട്ടുന്നത് അത് എഴുതാം. അതായത് അങ്ങനെ ഒരു അഡാപ്റ്റീവ് ടെക്നിക്ക് വെക്കാനായിരുന്നു എൻ്റെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അപ്ലിക്കേബിൾ ആവുമോ എന്നുള്ള പേടി എനിക്ക് നല്ലോണമായിരുന്നു. കാരണം അത് ആദ്യമായിട്ട് ചെയ്യാണ്, എല്ലാവർക്കും ഒരേപോലെ ആവും, ടൈം കൺസ്യൂമിങ് ഉണ്ട്. കാരണം ഇവർക്കും വേണ്ടിയിട്ടുള്ള ലെസൺ പ്ലാൻ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ലെസൺ പ്ലാൻ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിറ്റ്നസ് ചെയ്തൊരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം അതുവരെ ആ കുട്ടിക്ക് കിട്ടാഞ്ഞത് അങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു സന്തോഷം, അവൻ ആ ഉത്തരം കണ്ടെത്തിയപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരുടെ മുഖത്തുള്ള ഒരു മാറ്റം, എന്താ പറയാ, ഇവനത് കിട്ടുവോ, ഇവനത് കിട്ടിയോ എന്നുള്ള ഒരു രീതി. അത്രയും നാൾ ആ കുട്ടീനെ ഏത് രീതിയിലാണോ കണ്ടിട്ടുണ്ടാകുന്നത് അതിൽ നിന്നൊരു മാറ്റമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു എനിക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു ടീച്ചിങ് പ്രാക്ടീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളത്. അതേപോലെ തന്നെ സെയിം ആ ഒരു ടീച്ചിങ് പ്രാക്ടീസിന്റെ ടൈമിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാക്ടീസിൽ കിട്ടിയ ഒരു ഹാപ്പിനെസ് ഉള്ളത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ ആദ്യമായിട്ട് ഞാൻ അവിടെയാണ് പോകുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ് ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക, പ്രത്യേകിച്ച് ഈ പ്രൈമറി പിള്ളേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇവരുടെ അടുത്ത് ഇത് അപ്ലൈ ആവുമെന്നുള്ളത്. ജനറൽ ടീച്ചിങ് കഴിഞ്ഞു. നെക്സ്റ്റ് 2 ലെസൺ പ്ലാന് ഈ പറയുന്ന പോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. അപ്പൊ ഗൈഡിന്റെ അടുത്ത് നമ്മൾ കയ്യും കാലിട്ട് അടിക്കുകയും ചോദിക്കും, എങ്ങനെയാ സിസ്റ്റർ ചെയ്യണ്ടേ, എനിക്ക് അറിയണില്ല, എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആള് പറഞ്ഞത്, നീ എന്താ പറയാ, ആദ്യം ഈ ടോപ്പിക്ക് എടുക്കണേക്കാൾ മുമ്പ് ഈ രണ്ട് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ ജനറൽ ടീച്ചിങ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ 3 പേരുണ്ടായിരുന്നു. ആ 3 പേരിൽ ഒരുത്തൻ നല്ല കുറുമ്പൻകുട്ടി എന്ന് പറയാം, ഭയങ്കര ലഹള ഉണ്ടാക്കലും, പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. അവൻ എക്സ്ട്രാ ഓർഡിനറി ആണ് ഇത്തിരി. അപ്പൊ ഇവന്റെ കൂടെ കളിക്കുമ്പോൾ ഇവന്മാരും ഭയങ്കരമായിട്ട് കളിക്കും, പക്ഷെ ഇവൻ നല്ലോണം കളിയാക്കും ഇവന്മാരെ. അയ്യേ നിനക്ക് അറിയില്ല, ഇതൊന്നും അറിയില്ല, ഇത്രയും ക്ലാസ്സിലായിട്ട് നിനക്ക് ഇതൊന്നും മനസ്സിലായില്ലേ, അന്ന് എന്തോ എനിമൽസിന്റെ പേര് അങ്ങടാ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവർക്ക് എക്സാമിന് റിവിഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് ഫസ്റ്റ് തുടക്കത്തിൽ പഠിപ്പിച്ച സംഭവം പോലും ഈ കുട്ടിക്ക് എനിമൽസിന്റെ പേരൊന്നും അറിയണില്ല. അപ്പൊ മോൻ ഇങ്ങനെ നന്നായി കളിയാക്കുന്നുണ്ട്. കളിക്കണ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമൊക്കെ തോന്നി. അയ്യോ ഈ കുഞ്ഞു കുട്ടി എന്തിനാ ഇങ്ങനെ നല്ല രീതിയിൽ കളിയാക്കണുണ്ടായത്. അപ്പൊ എന്റെ ഉള്ളിലും ഒരു തോന്നി, ഇവർക്ക് ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി കൊടുക്കണം. ആ ക്ലാസ് റൂമിൽ അവനാണ് ഏറ്റവും മികച്ചതായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്, അവന് വെല്ലാൻ ആരും ഇല്ല എന്നുള്ളൊരു തോട്ട് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ രണ്ടുപേരെ മാറ്റിയിരുത്തി റിസോഴ്സ് ടീച്ചിങ് കൊടുത്തു. വേറൊരു ക്ലാസ് റൂമിൽ പോയിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെ തലേന്ന് ദിവസം ഇരുന്ന് പഠിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ക്ലാസ് റൂമിൽ പോയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഇവന്മാരോട് ആൻസർ ചോദിച്ചു. അപ്പം നല്ല ഓർമ്മയുണ്ടായിരുന്നു 2 കുട്ടികൾക്കും. ഒരാള് ഭാഷ അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്, അവൻ തമിഴാണ്, പക്ഷെ ഇവിടെ വന്ന് താമസിച്ചിട്ട് അങ്ങനെ അതെല്ലാം കൂടി ആവിയിലായി. വേറൊരുത്തിന് ഇത്തിരി ലേണിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഉത്തരം പറഞ്ഞു. ഒരു മാത്സ് ഓഫ് ഫോളോയിങ് കൊടുത്തു. തലേദിവസം കൊടുത്ത സംഭവം തന്നെയാണ് പിന്നെയും മാത്സ് ഓഫ് ഫോളോയിങ് കൊടുത്തപ്പോൾ ഇവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. ഇവൻ അത് ചെയ്തു പറഞ്ഞപ്പോ ഈ പറയുന്ന പഠിപ്പിച്ച കുട്ടിയുടെ മുഖം ഭാവം ആകെ മാറി. ഇവനൊക്കെ ചെയ്യൂ, അതുവരെ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് മാറി, ഇവനൊക്കെ പഠിക്കൂ എന്നായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ ആൻസർ ചെയ്തില്ലേ, അപ്പൊ പഠിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അവനും ആ ക്ലാസ്സിലെ മൊത്തം ആൾക്കാർക്കും അത് ചേഞ്ച് വന്നു. അതിൽ ഏറ്റവും കൂടുതൽ വിറ്റ്നസ് ചെയ്തത് ഈ 2 കുട്ടികൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ടീച്ചറെ ഇത് എനിക്ക് വേഗം പഠിപ്പിച്ചു തരുമോ, ഞാൻ അങ്ങോട്ട് വരട്ടെ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ എനിക്ക് കിട്ടൂലോ, ഇനി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കണേ എന്നുള്ള രീതി. അതുവരെ ക്ലാസ് എടുക്കാൻ സമ്മതിക്കാത്ത 3 പിള്ളേരിൽ ഈ 2 പിള്ളേര് പിറ്റത്തെ ക്ലാസ്സിൽ പോയപ്പോ അവൻ ഒരുത്തൻ മാത്രം അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി കാട്ടുകൊടുന്നു. ഇവർ രണ്ടുപേരും അടങ്ങിയിരുന്നിട്ട് പഠിക്കാം. അതായത് അവരുടെ ഉള്ളില് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടി. എനിക്ക് പഠിക്കാനായിട്ട് പറ്റും, എനിക്ക് കിട്ടും, എന്നെ ഇങ്ങനെ വേറെ രീതിയിൽ പഠിപ്പിച്ചപ്പോ എനിക്ക് വേഗം കിട്ടി. ആ ഒരു ചേഞ്ച് വളരെയധികം എന്റെ ഒരു ഐ ഓപ്പണർ ആയി. ഓക്കെ. അപ്പോ ക്ലാസ്സിൽ നമ്മൾ സാധാരണ പോവുക, ക്ലാസ് എടുക്കുക, എങ്ങനെയെങ്കിലും പോർഷൻ തീർക്കാൻ നോക്കുമ്പോൾ അവിടെ ഇരുന്ന് കുറെ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വളരെ ചുരുക്കം ടീച്ചേഴ്സിനെ നോക്കാനുള്ള സമയം കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ പാരന്റ്സിനെ ഇൻഫോം ചെയ്യാനുള്ള ഒരു അവസരം
കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ അല്ലെങ്കിൽ കൗൺസിലറോ ഉള്ള സ്കൂളുകളിലാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് അവരെ പിക്കപ്പ് ചെയ്ത് ക്ലാസ് റൂമിൽ ഒരു അറ്റ്മോസ്ഫിയർ മാറുന്നത്. ഇതൊക്കെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെയുള്ളത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഓട്ടിസം ഉള്ളൊരു 1ാം ക്ലാസ് ബിയിലുള്ള ട്വിൻസ് ഉണ്ട്. അപ്പൊ ഇവന്മാര് എന്താ പറയാ, മഴയൊക്കെ പെയ്തപ്പോ അറ്റ്മോസ്ഫിയർ ആകെ മാറിയപ്പോ ഇവന്മാര് ഇത്തിരി പ്രശ്നം ഉണ്ടാക്കി ഓടുക, ഓടിടുക. അപ്പൊ ഈ ക്ലാസ് റൂമില് 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവരെന്തോ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് എന്തോ ഒരു ക്ലബിന്റെ ആക്ടിവിറ്റി ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാരിങ്ങനെ ഓടുക, ഓടിടുക, ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ ടീച്ചേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. മാക്സിമം നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് കുട്ടീനെ ക്ലാസ് റൂമിൽ ഇരിക്കാനായിട്ട്. അപ്പൊ അതുവരെ കുട്ടികളുടെ ഇടയിൽ ഓട്ടിസം എന്നുള്ള വേർഡ് കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികളെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവർ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്, അവർക്ക് ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഒരു ലൈഫിൽ ആദ്യമായിട്ട് അത് വിറ്റ്നസ് ചെയ്തപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യാണ്. ഓ, ഇവന്മാര് ഇങ്ങനെയുള്ള കുട്ടികളാണല്ലേ, അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കൂല, അപ്പൊ നമ്മൾ അവരോട് കൂടുതൽ സ്നേഹവും കൂടുതൽ ഹെൽപ്പും ചെയ്യണല്ലേ. അപ്പൊ ആ 1ാം ക്ലാസ്സിൽ തന്നെ കൂടെയുള്ള പെൺപിള്ളേരുണ്ട്. ഇവർ രണ്ടുപേരും ബോയ്സ് ആണ്, ട്വിൻസ് ആണ്. അപ്പോ അവന്മാര് എന്ത് ചെയ്തു, ആ പെൺകുട്ടികളുണ്ട്, ഇവന്മാരുടെ ബാഗ് കാര്യങ്ങളും ഒക്കെ നോക്കുക, പ്രത്യേക തരം ഒരു സ്നേഹം പ്രകടനം ഒക്കെ കാണിക്കുക, ഹാൻഡിൽ ചെയ്യുക. എന്നിട്ട് പാരന്റിന്റെ അടുത്ത് പോയി പറയാം, എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അവന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ആദ്യമായിട്ട് അമ്മ ഇത് കേൾക്കണേ. ചില പാരന്റ് വന്നിട്ട് പാരന്റ്സ് മീറ്റിങ്ങിന്റെ അടുത്ത് പറയാറുണ്ട്, അവൻ ADHD ഉള്ളൊരു കുട്ടിയാണ്. അപ്പൊ ഇവന് ഈ കുട്ടികളുടെ ഓട്ടം കണ്ടിട്ട് അവൻ വിചാരിച്ചത് അവൻ മാത്രമാണ് ഏറ്റവും വലിയ കുഴപ്പം കാട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഓട്ടിസം ഉള്ള ഈ കുട്ടികൾ ഇങ്ങനെ ഓടിടുക, ഭയങ്കര പ്രശ്നം ഉണ്ടായപ്പോ അവന്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ അവിടെ വിറ്റ്നസ് ചെയ്തു. എന്താ പറയാ, ടീച്ചറെ പേടിക്കണ്ട, അടച്ചു വെച്ചിട്ടുണ്ട്, അവൻ പുറത്തേക്ക് പോവില്ല, ഞാൻ നോക്കിയോളാം, ഞാനിവിടെ വാതിലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്, അവൻ ഓടൂല്ല. ഈ കുട്ടി പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടന്മാരൊക്കെ കണ്ടപ്പോ അവരുടെ കയ്യിലെ ക്രാഫ്റ്റും കാര്യങ്ങളും കണ്ടപ്പോ ഇവന് അട്രാക്ഷൻ ആയി. അവന് വെട്ടണം, അവന് ചെയ്യണം. അവന്റെ പ്രശ്നം ക്ലാസ് റൂമിൽ ഇരിക്കാൻ വയ്യ, ഈ ചേട്ടന്മാരും ചേച്ചിമാരും കൂടെ പോയിട്ട് ക്രയോൺസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ കൂടെ കൂടണം. എന്റെ ഫ്രണ്ട്സ് ആണ് അവര്, എനിക്ക് അവരുടെ കൂടെ പ്ലേ ചെയ്യണം, എന്നെ പുറത്തേക്ക് വിടും. ഇതാണ് ഈ കുട്ടി പറയുന്നത്. ഇപ്പൊ ഇവന്റെ ഈ രീതി കണ്ടിട്ട് ഈ ADHD ഉള്ള കുട്ടിക്ക് പോലും ഓക്കെ, അവനെ ഹാൻഡിൽ ചെയ്യണം, അവന് സപ്പോർട്ട് കൊടുക്കണം, അങ്ങനെയുള്ള രീതിയിൽ അവന്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അവനെ വിറ്റ്നസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ക്ലാസ് റൂമുകളിൽ ഇങ്ങനെയുള്ള പല വെറൈറ്റി ഓഫ് കുട്ടികളെ കാണുമ്പോൾ നോർമൽ ആയിട്ടുള്ള കുട്ടികളിൽ ഒരു പൗരബോധം അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു എമ്പതി ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യണം, അവരെ മാർജിനലൈസ് ചെയ്യരുത്. പക്ഷെ ചില പാരന്റ്സ് ആണെങ്കിൽ ചില കുട്ടികളാണെന്നുണ്ടെങ്കിലും അവരെ വളരെയധികം രൂക്ഷമായി തന്നെ കളിയാക്കാറുണ്ട്. ഇപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റൂമിലേക്കൊക്കെ ചില പിള്ളേരെ ക്ലാസ് റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പിള്ളേര് നോർമൽ ആയിട്ടുള്ള പിള്ളേർ ഇങ്ങനെ ചോദിക്കും, ടീച്ചറെ എന്തിനാണ് അവനെ വിളിച്ചുകൊണ്ട് പഠിക്കാൻ മടിയുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ. ഇത് കേൾക്കുമ്പോൾ ഈ കുട്ടികൾക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവര് പറയും ടീച്ചറെ കളിയാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വരാത്തെ. അതിന് ഉള്ള ബോധവൽക്കരണം കൊടുത്ത് അവരെ ഉന്നമനം ചെയ്യാനായിട്ടുള്ള ഹെൽപ്പുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്ന ഈ പറയുന്ന കുട്ടികളുണ്ടല്ലോ, ഡിസേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അവർക്ക് സോഷ്യൽ സ്കിൽസ് ഉണ്ടാവാണ്. നമ്മൾ എന്തിനാ സ്കൂളിലേക്ക് പോകുന്നത്, നമുക്ക് ആ സോഷ്യൽ സ്കിൽ ഉണ്ടാക്കാൻ. കുട്ടിയുടെ പാരന്റ്സിന് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിച്ചും എന്താ പറയാ എക്സാം എഴുതുന്ന പാരന്റ്സും ഉണ്ട്. പക്ഷെ എന്തിനാ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത്? ഒന്ന് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് ഈ സോഷ്യൽ സ്കിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഈ സോഷ്യൽ സ്കിൽ ഉണ്ടാവാന്ന് പറഞ്ഞാൽ പല വെറൈറ്റി നേച്ചേഴ്സ് ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ പല ബിഹേവിയർ ആയിട്ട് എങ്ങനെ നമ്മൾ അവിടെ അഡാപ്റ്റ് ചെയ്യണം. പിന്നെ ഒരു ക്ലാസ് റൂം സെറ്റപ്പ് എന്ന് പറയുമ്പോൾ, സ്കൂൾ എന്ന് പറയുമ്പോൾ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ സ്കൂളിൽ പോകണം, ഇന്ന ടൈമിലാണ് ബ്രേക്ക് ഉണ്ടാവുക, ഇന്ന ടൈമിലാണ് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവുക, ഈ ലഞ്ച് ടൈമിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ടീച്ചേഴ്സിന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, പിയർ ഗ്രൂപ്പായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് സ്കില്ലുകൾ ഈ ഇൻക്ലൂസീവ് എന്താ പറയാ സാധാരണ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കിട്ടാൻ പാകത്തിന് ഈ ഉണ്ടായിരുന്നില്ല. ഈ സാധാരണ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഈ കുട്ടികൾക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവര് ഒന്നല്ലെങ്കിൽ സെന്ററിലോ അല്ലെങ്കിൽ തെറാപ്പിയിലോ അല്ലെങ്കിൽ അവരെ പോലുള്ള കുട്ടികളുടെ കൂടെയാണ് അവര് സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ വരുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്
ആ രീതിയിലേക്ക് ഇവരുടെ ഉള്ളിൽ ഒരു അഡാപ്റ്റേഷൻ വരും. ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം, നോട്ട് എഴുതണം, എക്സാമിൻ്റെ ടൈം എക്സാം എഴുതണം, ഇന്ന ടൈമാണ് ഫുഡ് കഴിക്കേണ്ടത്, ഫുഡ് കഴിക്കണം, എവിടെയാണ് വെള്ളം എടുക്കേണ്ടത്, ആ വെള്ളം എടുക്കാൻ പോണ സ്ഥലം, അങ്ങനെയുള്ള സോഷ്യൽ സ്കിൽസ് പഠിക്കുകയാണ്. പിന്നെ നാഷണൽ ആന്തം അല്ലെങ്കിൽ എന്താ പറയുക, പബ്ലിക് ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളിൽ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ ബിഹേവ് ചെയ്യണം. ഇപ്പൊ അസംബ്ലിക്കൊക്കെ ക്യൂ ഒക്കെ ഏരിയയിലുള്ള കുട്ടികളുണ്ടാവും, ചില സമയത്ത് ഇങ്ങനെ ചില ഇതൊക്കെ കാണിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഓടുമായിരിക്കും. അവർക്ക് പെട്ടെന്ന് ബോറടിക്കും, എന്തിനാണ് ചെയ്യണേന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ളവർ ചെയ്യണ കാണുമ്പോൾ ഓക്കെ, ഇത് അസംബ്ലിയാണ്, അസംബ്ലി സമയത്ത് ഇങ്ങനെ ചെയ്യണം, നാഷണൽ ആന്താണ്, നാഷണൽ ആന്തത്തിന് നമ്മൾ ഇങ്ങനെയാണ് നിൽക്കേണ്ട, അറ്റൻഷനോട് കൂടി നിൽക്കണം, അത് റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ സ്കില്ലുകൾ പഠിക്കുകയാണ്, ഈ സോഷ്യൽ ഇന്ററാക്ഷൻസ്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന കുട്ടികൾക്ക്, മാർജിനലൈസ്ഡ് ആയി പോകുന്ന ഈ കുട്ടികൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും ഉൾക്കൊള്ളുക, എല്ലാവർക്കും ചേർന്നതാണ് ഈ സമൂഹം എന്നുള്ള ഒരു സത്യം, അല്ലെങ്കിൽ അവരും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അവരുടെ കൂടെ നമ്മൾ കോപ്പപ്പ് ചെയ്ത് പോവുക എന്നുള്ള ഒരു ബോധം ഉണ്ടാവും. പിന്നെ ഈ വളർന്നു വരുന്ന കുട്ടികളാണ്, ഭാവിയിൽ ഇവരും മുതിർന്നവരാവാനുള്ളതാണ്. പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഹൈപ്പർ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമുള്ള കണ്ടീഷനിലുള്ള കുട്ടികളാണ് വരുന്നത്. ഈ പറയുന്ന പോലെ ഫോൺ അഡിക്ഷൻസ്, സ്ക്രീൻ ടൈം കൂടുതലാകുമ്പോൾ കുട്ടികൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ സാധാരണ ഈ സമൂഹത്തിലേക്ക് സോഷ്യൽ ആനിമൽ ആയിട്ടുള്ള ഈ കുട്ടികളെ വാർത്തെടുക്കുന്ന സ്കൂളുകളിലാണ്. അപ്പൊ ആ സ്കൂളുകളിൽ ഭാവിയിലെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി ഈ കുട്ടികൾക്ക് അവെയർ ആവാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക, അങ്ങനെയുള്ള കണ്ടീഷൻസിനെ നമ്മൾ എങ്ങനെ കോപ്പ് ചെയ്യാം, ഭാവിയിൽ ഇവർ വലുതായി വരുമ്പോൾ ഇവരുടെ ലൈഫിലോ അല്ലെങ്കിൽ ഇവരുടെ റിലേറ്റീവ്സിലോ ഇങ്ങനെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ നോക്കി കാണണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രീതിയിലാണ് അവനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നുള്ളൊരു ബോധം കുട്ടിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ, സാധാരണ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സ് ഈ പറയുന്ന ഈ ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ബിഹേവിയർ പ്രോബ്ലം അല്ലെങ്കിൽ ഉള്ള കുട്ടികളോട് കാണുന്ന സമീപനം, ആ സമീപനം കാണുമ്പോൾ തന്നെ സാധാരണ കുട്ടികൾക്ക് ചേഞ്ച് വരും. ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൽ കൗൺസിലർ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയല്ല കുട്ടികളെ കാണുക. പ്രത്യേകിച്ചും എന്താ പറയുക, വളരെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ അവരെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാം. ഇപ്പം ഇവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആ സാധാരണ കുട്ടികളിലും ഈ പറയുന്ന ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളിലും. അപ്പൊ അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററൊക്കെ അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിന്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിന്, കൗൺസിലർക്കൊക്കെ പറ്റാറുണ്ട്. പക്ഷെ സ്കൂളുകളിൽ ഈ പറയുന്ന പോലെ സ്കൂളുകളിൽ ഇത് പറയുന്ന പോലെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനേക്കാളും ഭയങ്കര ടഫ്. ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, നല്ലതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ശരിയാണ്, ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് ഒരു പീരീഡ് കിട്ടുക. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റെപ്പിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ഇത് പറഞ്ഞ പോലെ കൊടുക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഭാവിയിൽ വരുവാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചേഞ്ച്, ഒരു 100% എന്നുള്ളതൊന്നുമില്ല, ചെറിയൊരു ചേഞ്ച് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മൂലം ചേഞ്ച് വരാനായിട്ട് കുട്ടികളിൽ പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ അക്കാഡമിക്കൽ ലെവലിലെങ്കിലും അവരുടെ ഈ പറയുന്ന പോലെ ബിഹേവിയറിലാണെന്നുണ്ടെങ്കിലും അവരോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, കുട്ടികളോട് ടീച്ചേഴ്സിനുള്ള സമീപനമാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കുട്ടികളുടെ സമീപനമാണെന്നുണ്ടെങ്കിലും ചേഞ്ച് വരാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെ ഇൻക്ലൂഡ് ചെയ്യുക, അവരെ ആക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള രീതികളിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ കണ്ടുവരുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില പിള്ളേർ ബുദ്ധിമുട്ട് കാണിച്ചാലും പാരൻസ് സമ്മതിക്കില്ല. അത് ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് വരുന്ന ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഇപ്പോൾ ക്ലാസ് ടീച്ചർ ആണെന്നുണ്ടെങ്കിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണെങ്കിലും പാരന്റിനെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കൊന്നുമില്ല, എന്തിനാണ് എൻ്റെ കുട്ടീനെ സ്പെഷ്യൽ എഡ്യൂക്കേഷന് വിടുന്നത്, അങ്ങനെയുള്ള രീതിയുണ്ട്. അത് പാരൻസിൻ്റെ കുട്ടിക്ക് നീഡഡ് ആണ്, കുട്ടിക്ക് അത് ആവശ്യമുണ്ട്, കുട്ടിക്ക് ആ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷെ പാരന്റ് ഒരിക്കലും സമ്മതിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരെ അറിഞ്ഞാൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തെറാപ്പിക്ക് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് ആയിട്ടുണ്ട്. പാരന്റ്സിന് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ ടെക്നിക്കുകൾ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കുട്ടിക്ക് അവതരിപ്പിക്കുക എന്നുള്ള ഒരു
കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു മെത്തേഡുകളാണ്. ആ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള കുട്ടികളുടെ ആ രീതിയിലേക്ക് പിക്കപ്പ് ചെയ്ത് വരാനായിട്ട് പറ്റും. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. കാരണം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടി റെഡി ആവണമെന്നില്ല. ക്ലാസ് ടീച്ചർ വിചാരിച്ചു കഴിഞ്ഞാൽ റെഡി ആവണമെന്നില്ല. പാരന്റിന്റെയും കൂടി സപ്പോർട്ട് വേണം. അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് രീതിയിലാവുമ്പോൾ ചേഞ്ച് വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നല്ല ചേഞ്ച് വന്നിട്ടുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ ഏർലി ഇന്റർവെൻഷൻ കൊടുത്തിട്ട് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 1Bയിലുള്ള ആ ഒരു 2 കുട്ടികൾ ട്വിൻസില് അവന്മാർക്ക് ഇപ്പൊ തന്നെ സ്പാനിഷ് അറിയാം. 1 മാസം ക്ലാസ്സിലേ വന്നിട്ടുള്ളൂ. ഹിന്ദി അക്ഷരമാല അവിടെയുള്ള 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പോലും ഹിന്ദി അക്ഷരമാല അറിയില്ലെങ്കിലും ഈ കുട്ടിക്ക് ഹിന്ദി അക്ഷരമാല നന്നായിട്ട് അറിയാം. അപ്പോൾ അക്കാഡമിക്കലി ഇമ്പ്രൂവ് ആവുന്ന കുട്ടികളും ഉണ്ട്. ബിഹേവിയറലി മോഡിഫൈഡ് ആവുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈ രീതി ഉള്ളത് കൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് എങ്ങനെയാണ് ക്ലാസ് റൂമിൽ ഇരിക്കേണ്ടത് എന്നുള്ളൊരു ചേഞ്ചസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ ഡിസബിലിറ്റിയിൽ തന്നെ ഇന്ന കണ്ടീഷൻ മാത്രമല്ല, ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. ആ ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളിലാണ് അവർക്ക് ആ ഒരു അപ്രോച്ച് കൊടുക്കേണ്ടത്. അവരെ പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രീതിയിൽ അവലംബിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉള്ള കുട്ടികളും ഉണ്ട്, തീരെ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത കുട്ടികളുണ്ട്, പാരന്റ്സിന്റെ സഹകരണം ഇല്ലാത്ത കുറെ പിള്ളേർ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മുടെ ഇപ്പോ ഇതിലുള്ള പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ റിലേറ്റീവ്സോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് കാണുകയാണ്, കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ബാക്കിയുള്ള കുട്ടികൾ നോർമൽ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടീച്ചേഴ്സിന് ഈ പറയുന്ന പോലെ റെമഡിയേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള രീതികൾ പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളുണ്ട്. പിന്നെ കുട്ടികളിൽ വരുന്ന ബിഹേവിയറൽ പ്രോബ്ലംസും കുട്ടികൾ വലുതാവും തോറും ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ട്രേസ് ഉള്ള കുട്ടികൾക്ക് നല്ല ബിഹേവിയറൽ പ്രോബ്ലം വരാറുണ്ട്. ആ ബിഹേവിയറൽ പ്രോബ്ലം എങ്ങനെ മാനേജ് ചെയ്യണം, അവരിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിനെ മാറ്റി ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ആക്കാൻ എന്തൊക്കെ രീതിയിൽ മാറ്റം വരുത്താം. സാധാരണ ഒരു കുറെ വട്ടം എഴുതി പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക കുറെ ചീത്ത പറയുക, കുറെ അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ കുട്ടീനെ വൺ സൈഡ് ആയിട്ട് അവന്റെ ഭാഗത്തുനിന്ന് എന്താണ് പോലും കേൾക്കാനായിട്ട് നിൽക്കാത്ത പാരന്റ്സും ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ആ രീതിയിൽ പണിഷ്മെന്റ് ടെക്നിക്കലാണ് നോൺ പണിഷ്മെന്റ് ടെക്നിക്കലി കുട്ടികളെ എങ്ങനെ ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താം എന്നുള്ള ഒരുപാട് ടെക്നിക്കുകൾ, ഒരുപാട് ട്രെയിനിങ് കോഴ്സുകൾ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണെങ്കിലും നടത്തി വരുന്നുണ്ട്. ഇപ്പൊ വിമ്പിളിലാണെങ്കിലും ഒരുപാട് ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മെത്തേഡുകൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്താ പറയാ മൈൽഡ് ഫോമിലുള്ള കുട്ടികളൊക്കെ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വഴി പിക്കപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാവരുടെ ഒരു സൗകര്യങ്ങളും എല്ലാവരുടെ ഒരു ഹെൽപ്പും അതിൽ ഉണ്ടാവണം. പാരന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും പിന്നെ പുറമേ നിന്ന് എന്തെങ്കിലും തെറാപ്പിയോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടുള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. ചില ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട് അവന് നല്ല ചേഞ്ച് ഉണ്ട്, ആ കുട്ടിക്ക് നല്ല മാറ്റം ഉണ്ട് പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവരെ കേസ് ഹിസ്റ്ററിയും കാര്യങ്ങളും അല്ലെങ്കിൽ പാരന്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതുവഴി ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ക്യാരക്ടറിൽ വരുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനും ഈ സമൂഹത്തിൽ ഫിറ്റാണ്, എന്നെയും ഈ സമൂഹത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലൊക്കെ തന്നെയാണ്. ഇവരുടെ ഉള്ളിലും ഉണ്ടല്ലോ നമ്മള് കുട്ടികളായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അറിയാം പറ്റാത്തോണ്ട ടീച്ചറെ അവന്മാരെ കളിയാക്കുമ്പോ ഒന്നുകൂടി ഡൗൺ ആവാണ്, സഹിക്കാൻ പറ്റണില്ല, എനിക്ക് എന്താണ് ഇങ്ങനെ പറ്റാത്തെ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവൂ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയാണ് വേണ്ട നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് പോയാൽ മതി, സ്കൂളിൽ വരണ്ട, തെറാപ്പിക്ക് പോയിക്കോ, വീട്ടിലിരുന്ന് പഠിച്ചോ എന്ന് പറയുമ്പോൾ അവിടെ ഡിനേ ചെയ്യുന്നത് ആ കുട്ടിയുടെ റൈറ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഇപ്പോൾ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ബിഹേവിയറൽ ഡെവലപ്മെന്റിന് അവന്റെ ഉള്ളിൽ അവനൊരു ഹ്യൂമൻ ബീങ് ആണ്, ഈ സമൂഹത്തിലെ എല്ലാ റൈറ്റോടും കൂടി ജീവിക്കേണ്ടതാണ്, എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിലും അവനും ഉള്ളതാണ് ഈ ലോകം എന്ന് കാണാനായിട്ടുള്ളൊരു വിശാലത ഉണ്ടായി കഴിഞ്ഞാൽ അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വളരെയധികം എഫക്റ്റീവ് ആണ്. അതിനുവേണ്ടി സമയം കണ്ടെത്താനും അതിനുവേണ്ടി മെനക്കെടാനും തയ്യാറായിട്ടുള്ള നല്ല ആൾക്കാര് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണാനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളില് ഇപ്പൊ അക്കാഡമിക്കലി അല്ലെങ്കിലും ഭാവിയില് അവരുടെ ഉള്ളില് എന്നോട് ഇങ്ങനെ ഒരാള് ആ ഒരു കരുണ കാട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു ധൈര്യം കാട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്, വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഒരുപാട് ഇപ്പൊ സ്കൂളുകളിൽ ഇപ്പൊ പ്രൊമോഷനായിട്ട് ഇപ്പൊ കറന്റ്ലി കേൾക്കുന്നുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ വരിക, എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ. മെയിനായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നമ്മുടെ ഈ കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ നല്ല രീതിയിലാവാനും അവരെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. സ്കൂളുകളിൽ പലർക്കും പല ടീച്ചേഴ്സിനും എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഡിസബിലിറ്റി എന്താണ് ഓട്ടിസത്തിന്റെ ട്രേസ്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് പോലും ചിലപ്പോൾ വൈകായിട്ട് തിയറിയിലൊക്കെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ശീലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിലോ അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയിലോ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ കണ്ടിട്ടുള്ള ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് കുട്ടികളോട് വളരെ വളരെ ഡിഫറെന്റ് ആണ്. അതിനെ റിസർച്ച് ചെയ്ത് കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കെയർ കൊടുക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അത് ആ കുട്ടികളിൽ വളരെയധികം, കാരണം വേറെ ആരും ഇല്ലല്ലോ അവർക്ക് ഒരു പരിഗണന കൊടുക്കാൻ. ചിലപ്പോൾ വീട്ടിലത്തൊക്കെ പ്രശ്നം, വീട്ടുകാർക്ക് ഓൾറെഡി കുറെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടീനെ അധികം കെയർ ചെയ്യോ അങ്ങനത്തെ ഉണ്ടാവില്ലായിരിക്കും. സ്കൂളിൽ നിന്നായിട്ടുള്ള ഒരു പ്രഷറും കാര്യങ്ങളും. പക്ഷെ അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരോട് ഒരു ചെറിയൊരു അനുകമ്പ കാണിച്ചാൽ തന്നെ അവരിൽ ആ ഒരു ചേഞ്ച് ചെറുതായിട്ടാണെങ്കിൽ ആ ചേഞ്ച് വിറ്റ്നസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് നിങ്ങളും കൂടുതൽ അറിയാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ തന്നെ നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പറയുമ്പോൾ അല്ലെങ്കിൽ പാരൻസ് പറയുമ്പോൾ ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റെമഡിയേഷൻ കോഴ്സുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടി ക്ലാസ്സിലുണ്ട് അവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ആ ചേഞ്ച് വരുത്തണം എന്നുള്ളത് ഞാൻ ആഹ്വാനം ചെയ്യാണ്. അവരെ നമ്മളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ഇപ്പോൾ ചില കുട്ടികളുടെ പാരൻസ് ഉണ്ടാവും വിഷമമൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഇതിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പറയാ അതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള തെറാപ്പികളും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അവരിൽ ആ ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് പറ്റും എന്നുള്ളൊരു സൈക്കോ എഡ്യൂക്കേഷനും കൂടിയാണ് ഇവിടെ തരുന്ന ഒരു അവയർനെസ്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. നമ്മള് കുറെ തിയറി കേൾക്കണേക്കാള് നമ്മളെ ലൈഫില് അങ്ങനെയുള്ള കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് വിറ്റ്നസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചേഞ്ച് വരുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ എന്തോ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ലൈഫിൽ നമുക്കൊരു അർത്ഥം ഉണ്ടാവുന്ന ഒരു നമുക്ക് കിട്ടും. കാരണം ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത ഒരു ഫീല് നമുക്ക് കിട്ടാനായിട്ട് പറ്റും. കാരണം ആരും ഒന്നിനും എന്താ പറയാ പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടാവും. നമ്മള് എത്ര നോർമലാന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. നമ്മള് പുറമെ ചിരിച്ചു കാണുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാവും. ഇവരുടെ കേസിലെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താ നടക്കണേന്ന് അവർക്കും അറിയില്ല. എന്നാ അത് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് സമയവും ഇല്ല. എന്നുവെച്ചാൽ കുറച്ചൊന്ന് സമയം കണ്ടെത്തി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ മൈൻഡില് അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ സമൂഹത്തില് ഇനിയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അവലംബിക്കുമ്പോൾ നമ്മള് ഒരു സോഷ്യൽ ആനിമൽ എന്ന നിലയിൽ നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണണം, എങ്ങനെ അതിനോടുള്ള ഒരു സമീപനം എന്താണെന്നുള്ളത് എല്ലാവരും ആലോചിക്കുക. നമ്മളും അതുപോലെ ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് സഹജീവിയോട് കരുണ കാട്ടാനായിട്ട് സാധിക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ അത് ഒക്യുപ്പേഷൻ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, അതിനെ കുറിച്ച് അതെന്തായിരുന്നു? ഈ ഒക്യുപ്പേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മള് കുട്ടിക്ക് ഇപ്പോ ഡെയിലി സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചില കുട്ടികള് ഭയങ്കരമായിട്ട് ഹൈപ്പർ ഒക്കെ ആയിരിക്കും. വളരെയധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണിക്കും. ചിലപ്പോൾ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി പോലും അവർ മര്യാദയ്ക്ക് ചെയ്തൊന്നും വരില്ല. അപ്പൊ ഈ ഒക്യുപ്പേഷൻ തെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ഡെയിലി ലൈഫിലെ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ഒക്യുപ്പേഷൻ തെറാപ്പിയുടെ ഒരു കണ്ടപ്പോ ക്രോണിക് ആയിട്ട് ഭയങ്കരമായിട്ട് മാസ്റ്റുർബേറ്റ് ചെയ്യും. അവൻ ഓട്ടിസ്റ്റിക് ആണ്. വളരെയധികം എന്താ പറയാ അടങ്ങിയിരിക്കില്ല. തൊട്ടപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പോലും അവന് ഓട്ടോമാറ്റിക് ആയിട്ട് അവന്റെ പ്രൈവറ്റ് ഓർഗൻ പുറത്തേക്ക് എടുത്ത് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ആ രീതികളെ മാറ്റാനായിട്ട് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനും അവരിൽ കുറെ എന്താ പറയാ അത് അങ്ങനെയല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാണിക്കാനും പല അവരുടേതായിട്ടുള്ള ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റുകളുടെ രീതിയിലുള്ള തെറാപ്പികളും കാര്യങ്ങളും കൊടുക്കും. ഇപ്പൊ ഈവൻ ഈ SSK പോലുള്ള സ്ഥലങ്ങളിൽ ഒന്നും നമ്മൾ പോയി വിസിറ്റ് ചെയ്താൽ തന്നെ
കാണാനായിട്ട് പറ്റും എന്താണ് ഒക്യുപേഷൻ തെറാപ്പിയിൽ ചെയ്യണേന്നുള്ള. പിന്നെ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് എന്ത് ബിഹേവിയർ ആണ് വേണ്ടത്. ഇപ്പൊ ക്ലാസ് റൂമിൽ ഓടി നടക്കുന്നത്, ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ കഷ്ടപ്പെട്ട് നോട്ട് ഇപ്പൊ പാനലോ സ്മാർട്ട് ടി വി ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ടി വിയിൽ പാനൽ അല്ലെങ്കിൽ ബോർഡിൽ എഴുതുക. ഇവൻ വന്നിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ ഇവള് വന്ന് പെട്ടെന്ന് അത് മാറ്റി അല്ലെങ്കിൽ സ്മാർട്ട് ടിവിയുടെ പാനൽ ഓഫ് ചെയ്തത് ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് നല്ല സ്വഭാവം അല്ല. ടീച്ചർ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ടീച്ചർ കഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു കാര്യം. അപ്പൊ അത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അപ്പൊ ആ അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ നമ്മൾ ഈ ബിഹേവിയർ തെറാപ്പി കൊടുത്ത് ആ ബിഹേവിയർ തെറാപ്പിയിൽ കുറച്ച് ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ രൂപത്തിൽ നമുക്ക് അവനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോ അതിൻ്റെതായിട്ടുള്ള രീതികളിൽ നമ്മൾ അതെന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു കരിക്കുലത്തിൽ അല്ലെങ്കിൽ സിലബസിൽ വരുന്ന ഒരു കുഞ്ഞു പാർട്ടുകളാണ്. നമ്മുടെ വിംബിൾ അക്കാഡമിയിൽ പല കോഴ്സുകളും ABA ആണെന്നുണ്ടെങ്കിൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ബിഹേവിയർ തെറാപ്പി. ആ തെറാപ്പിയിൽ പറയുമ്പോൾ എന്താണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെ നമ്മൾ മെത്തേഡുകൾ സ്വീകരിക്കണം, നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അത് എഫക്റ്റീവായിട്ട് തോന്നും. സംഭവം ഒരു തിയറിയും നമ്മൾ പഠിക്കണേക്കാളും നമ്മളത് വിറ്റ്നസ് ചെയ്യുക, നമ്മളത് അപ്ലൈ ചെയ്തിട്ട് ആ വ്യത്യാസം നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റീവ് മനസ്സിലാവുക. ഇതാണ് എൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ വിംബിളിൽ തന്നെ കാര്യങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. ടീച്ചർ ഒരു കാര്യം പറഞ്ഞോട്ടെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ഫീൽഡിലോട്ട് ഈ ഒരു സബ്ജക്ട് ഞാൻ ഇതുവരെയും ഇത്ര നല്ല രീതിയിൽ പറഞ്ഞു കേട്ടിട്ടില്ല. വളരെ എനിക്ക് കാരണം ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ കിട്ടി. അത്രയ്ക്ക് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് പറ്റാത്തോണ്ടാ ടീച്ചറെ, അതൊക്കെ ടീച്ചർ ആ കുട്ടികളുടേതായ രീതിയിൽ പറഞ്ഞു തന്നപ്പോ നമുക്ക് കേൾക്കുന്ന നമുക്ക് തന്നെ വിഷമം ഉണ്ടാവും. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കുട്ടി എന്തോരം അനുഭവിക്കുന്നതുള്ള. ഇതൊരു നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് കൂടി മനസ്സിലാവാനുള്ള ഒരു കുട്ടിയുടെ വിഷമം എന്താണ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ അനുഭവിക്കുന്ന വിഷമം എന്താണെന്നും വളരെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തന്നു. വളരെ നന്ദിയുണ്ട്. എനിക്കൊരു പുതിയ സബ്ജക്ട് കേട്ടതിന് എനിക്കൊരു നല്ല താങ്ക്സ് പറയാനുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ അറിയാനും ഉണ്ടായിരുന്നു ഇതിൽ നിന്ന്. ഞാനത് നമ്മുടെ ഈ അക്കാദമിയോട് ഒരു നന്ദി കൂടി പറയാണ്. കാരണം ടീച്ചർ നല്ല രീതിയിൽ അത് പറഞ്ഞു തന്നുകൊണ്ട് കേട്ടോ. ഞാനും ലേണിംഗ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു. കാരണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു 1.5 മാസത്തെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ. എനിക്കിത് പറയണം തോന്നി. കാരണം ഡെയിലി ഞാൻ പാരൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി സ്റ്റുഡൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതൊരു അവയർനെസ് ഇല്ലാത്തൊരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവുകളും ഞാനും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്വേഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, കാരണം കുറെ തിയറിയേക്കാളും ലൈവിലി വിറ്റ്നസ് ചെയ്യാണ് നമ്മൾ കുട്ടികളുടെ ഇഷ്യൂസ്, കുട്ടികളുടെ കാര്യങ്ങൾ. അപ്പോൾ അത് ശരിക്ക് നമ്മുടെ ഉള്ളില് അവരോട് അടുത്ത് കുറച്ച് സംസാരിക്കുമ്പോൾ ആ വ്യത്യാസം വരുന്നുണ്ട്. കൂടുതൽ അറിയാനായിട്ട് ഇതിന്റെ പ്രൊഫഷണൽസ് ഉണ്ടാവും, കൂടുതൽ ആൾക്കാർ എൻ്റെ എക്സ്പീരിയൻസ് വളരെ ലിമിറ്റഡ് ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവര് ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ എക്സ്പീരിയൻസ്. താങ്ക് യു. മാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ക്ലാസ്. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എഴുതാനായി ബുദ്ധിമുട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് വലിയ പാനെല്ലാം കൊടുക്കാം. ലൈക്ക് അങ്ങനെ നമ്മൾക്ക് അവർക്ക് കൊടുക്കുമ്പം അവർക്ക് ഓൾറെഡി മോട്ടോർ സ്കിൽസിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അവരത് യൂസ് ചെയ്യോ? ആ പാന്, അതായത് ആ പെന്ന് അവർ യൂസ് ചെയ്യോ? ഞാൻ ആക്ച്വലി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. എനിക്കൊരു കുട്ടിയുണ്ട്, അവന് ഓറലി ഓക്കെയാണ്, ഔട്ട്സ്റ്റാൻഡിങ് ബോയാണ്. പക്ഷെ അവന് പെൻസിൽ എടുക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പൊ എന്താ പറയാ, എങ്ങനെ നോക്കിയിട്ട് അവന് എഴുതുന്നില്ല. അപ്പൊ മാം പറഞ്ഞപ്പോ എനിക്ക് ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ അവന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ കുട്ടി എങ്ങനെ ആ ഒരു പെന്ന് എടുക്കും അല്ലെങ്കിൽ പെൻസിൽ എടുക്കും? ഇപ്പൊ ചില കുട്ടികൾ പേന പിടിക്കണം, പെൻസിൽ പിടിക്കണം എന്നൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവർക്ക് ഹോൾഡർ ഉണ്ട്, പെൻസിൽ ഹോൾഡർ പോലത്തെ നമ്മുടെ ആമസോണിലൊക്കെ പെൻസിൽ ഗ്രിപ്പർ ഉണ്ട്, ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവൻ ആ ഒരു സംഭവം എടുക്കുന്നില്ല. അവന്റെ കൈകൊണ്ട് ആ ഒരു പെൻസിൽ ഒരു പെൻ അവൻ എടുക്കുന്നില്ല.
ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു തെറാപ്പി അല്ലെങ്കിൽ അവരെ കൊണ്ട് ആ പെൻസിൽ ഇടിപ്പിക്കുക. ഇപ്പം ചില ഓട്ടിസം പിള്ളേര് ഉണ്ടാവും, അവർ ഹോൾഡ് ചെയ്യില്ല. അല്ലെങ്കിൽ MR ആയിട്ടുള്ള കുട്ടികൾ ഹോൾഡ് ചെയ്യില്ല, ഒന്നും ഹോൾഡ് ചെയ്യില്ല. അപ്പൊ ഹോൾഡ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ നമ്മൾ എന്താ പറയാ, പല ടീച്ചിങ് ലെസൺ പ്ലാനിലെല്ലാം നമ്മൾ പല രീതികളിലായിട്ട് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റികൾ കൊടുത്തിട്ടാണ്. ഇപ്പൊ പേന മാത്രമല്ല, പെൻസില് അങ്ങനത്തെ നമ്മൾ മോട്ടിവേഷനും കൊടുക്കും. മോട്ടിവേഷനും കൊടുത്തതിന് ശേഷം അത് എടുപ്പിക്കുക, അത് എഴുതുക. പിന്നെ അത് ഇത്തിരി സൈക്കോളജിക്കലായിട്ട് നമ്മൾ അവരെ ഒരു ഇമോഷണലി ഇതാക്കുക. ബിഹേവിയർ തെറാപ്പി പോലെ നമ്മൾ ചില കുട്ടികൾ മടികൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നാശാണ്, എല്ലാവരും കളിയാക്കുകയാണ്, അതുകൊണ്ട് എടുക്കാത്ത പിള്ളേരുണ്ട്. അത് നമ്മൾ ആ രീതിയിൽ നോക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ കേസില് ഇപ്പൊ ഈ കൈ ഇങ്ങനെ വലിയ മടക്കാൻ അങ്ങനെയൊക്കെ പറ്റാത്ത കേസിലുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് വലിയൊരു പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യും. ഇപ്പം ഈ ഓട്ടിസം ഉള്ള പിള്ളേരിലാണ് ചിലർ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായില്ല അവർക്ക് ഇഷ്ടമുണ്ടാവുക. ഈ ഒരള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ഇവർക്ക് ആ ഒരള്ളത് പിടിക്കുമ്പോൾ അവർക്ക് സെൻസേഷൻ ഉണ്ടാവുക. അത് ഡിപ്പെൻസ് ആ കുട്ടികളുടെ രീതിയിലായിരിക്കും. പിന്നെ ഇങ്ങനെ ഓട്ടിസം അല്ലെങ്കിൽ ഈ കേസുള്ള കുട്ടികളുടെ എന്താ പറയാ, ട്രെയിനർമാര് ഹാൻഡ് ചെയ്തുള്ള ട്രെയിനർമാരോട് ഒന്ന് ചോദിച്ചു നോക്കാം. വിമ്പിൾ തന്നെ ഉണ്ടാവും ഈ സ്പെഷ്യൽ കുട്ടി എഡ്യൂക്കേഷൻ. ആക്ച്വലി മാം, ഈ കുട്ടി ഓക്കെയാണ്, മീൻസ് അവന് ADHD അല്ലെങ്കിൽ ഓട്ടിസം ഒന്നുമില്ല, ആള് നോർമൽ കുട്ടിയാണ്. അവന് മേ ബി കൗൺസിലിംഗ് വേണ്ടി വരും. അവന് പെൻസിൽ അല്ലെങ്കിൽ പെൻ എടുക്കില്ല, ഒരു വാശി പോലെ, മീൻസ് എനിക്ക് എഴുതണ്ട. ഓറൽ എന്ത് ചോദിച്ചാലും അവന് നെക്സ്റ്റ്, അതായത് അവനിപ്പോ 3rd പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ അവന്റെ ബ്രദർ 5th, പക്ഷെ ആ 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കാര്യങ്ങൾ പോലും അവനറിയാം. ബ്രദറിൻ്റെത് കേട്ടിട്ട് അവന്, ബ്രദർ പഠിക്കുന്നത് കേട്ടിട്ട് അവൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവന് പെൻസിൽ എടുക്കുന്നില്ല റൈറ്റ് ചെയ്യാൻ. അത് അവന് വേണ്ട രീതിയിൽ എന്തുകൊണ്ടാന്നുള്ളത് അവനോട് ചോദിച്ചിട്ട് അവന് എന്താ പറയാ, ഒരു പോസിറ്റീവ് അഫർമേഷൻ. ഇപ്പോൾ നാളെ ABയുടെ ക്ലാസ് ഉണ്ടാവല്ലോ, അതിലൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് നോക്കാവുന്നതാണ്, ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ഇന്നത്തെ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. സെഷൻ ലീഡ് ചെയ്ത ഗോപിക മാമിനെ സന്തോഷം അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വെബിനാർസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും പങ്കെടുക്കുക. താങ്ക് യു. താങ്ക് യു.